വെറും ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ടാണ് കൊമേരി LP സ്കൂളിൽ പച്ചക്കറി പാർക്ക് നിർമ്മിച്ചത്. ഈ പാർക്കിൻ്റെ പ്രധാന ഉദ്ദേശം ലഹരിയാണ്, കൃഷിയാണ് ലഹരി എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് കുട്ടികൾ നട്ടു വളർത്തിയ പച്ചക്കറി തോട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളതും കൂടുതൽ കായുണ്ടാകുന്നതൊക്കെ ഇംഗ്ലീഷ് വളത്തിട്ടാണ്. യാതൊരുവിധ ഇംഗ്ലീഷ് വളം ചേർക്കാതെ വെറും ജൈവവളം മാത്രം. എന്ത് ജൈവവളമാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് വെണ്ടയ്ക്കൻ്റെ ഒക്കെ ഒരു വലിപ്പം കണ്ടോ, എന്ത് വലിപ്പമാണല്ലേ. ഇതൊക്കെ നിർമ്മിച്ചത് വെറും ജൈവവളം മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ മറ്റു വളങ്ങളൊന്നുമില്ല. നമുക്ക് നിസ്സാരമായിട്ട് കിട്ടാവുന്ന വളമാണ്. അതായത് എന്ത് വളമാണെന്നറിയോ? അതാണ് നമ്മുടെ കഞ്ഞിവെള്ളം, കടലപ്പിണ്ണാക്ക്. ഈ രണ്ട് വളങ്ങൾ മാത്രം. നമ്മുടെ വീട്ടിൽ കഞ്ഞിവെള്ളം ഉണ്ടാവും. മുമ്പൊക്കെ ആണെങ്കിൽ കഞ്ഞിവെള്ളം ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാ വീട്ടിലും കഞ്ഞിവെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് കുറച്ച് കടലപ്പിണ്ണാക്ക് അതിലിടുക. എന്നിട്ട് അതിൻ്റെ തെളിയെടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഏറ്റവും നല്ല വളമാണ്. അത് നമുക്ക് എന്താ പറയുക, ഒരുപാട് ചിലവുകളില്ലാതെ തന്നെ പച്ചക്കറികൾ പറിച്ചെടുക്കുക. പ്രത്യേകിച്ച് പയർ, വെണ്ട, ഇതിനൊക്കെ ഏറ്റവും ഉത്തമ വളമാണ്. കൂടാതെ അതായത് എത്തിയ ആളുകളും പച്ചക്കറി കൃഷി ചെയ്യും. പ്രത്യേകിച്ച് പയർ, അതിൽ മുഞ്ഞാന്ന് പറയുന്ന കറുത്ത ജീവി, അതാണ് എല്ലാം നശിപ്പിക്കുന്നത്. ഒരുവിധ ആളുകളൊക്കെ കൃഷിയിൽ നിന്ന് പിൻവലിച്ചത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്, ചടച്ചു പോകും. അപ്പോൾ അതിന് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈറ്റുങ്ങൾക്ക് രൂക്ഷഗന്ധം ഇഷ്ടമല്ല. രൂക്ഷഗന്ധമാണല്ലോ നമ്മുടെ ഉലുവ, വെളുത്തുള്ളി, കുറച്ച് സോപ്പ് പൊടി, ഇത് പഴയ കഞ്ഞിവെള്ളം, ഇതെല്ലാം പാടെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ വള്ളിയുടെ മുകളിൽ കുറച്ച് തളിച്ചു കൊടുത്താൽ മതി. മുഞ്ഞ വന്നാൽ പോലും അവ മുഴുവൻ കൂടോടുകൂടി ഒഴിഞ്ഞു പോകും. നിങ്ങൾക്ക് മുഞ്ഞ വള്ളിയിൽ നിന്ന് തന്നെ നശിച്ചു പോയത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തൊരു വലിപ്പാണല്ലേ. മീറ്റർ പയറെന്ന് പറഞ്ഞാൽ 1 മീറ്റർ തന്നെ ഉണ്ട് പയർ. വെറുതെ പറയുന്നതല്ല, 1 മീറ്ററാണ് നമുക്ക്. അപ്പം എല്ലാവരും കൃഷിയിൽ നിന്ന് പിന്തിരിയാനുള്ള കാരണം വെണ്ടയ്ക്ക അതുപോലെ പുഴുവാണ്. അത് ഇല ചുരുണ്ട് വരുമ്പോൾ അതെടുത്താൽ മതി. അതാ നോക്കൂ, ഇവിടെ മുഞ്ഞ നിറഞ്ഞൊരു വള്ളിയാണ്. ഇത് 1ാം സ്റ്റാൻഡേർഡിലെ ഓരോ കുട്ടികൾക്ക് ഓരോ പാർട്ടാണ്, ഓരോരോ കൃഷിയുണ്ട്, പിന്നെ കൂട്ടുകൃഷി വേറെയുണ്ട്. അപ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ കൃഷിയിൽ മുഞ്ഞ നിറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ മരുന്ന് അടിച്ച സമയത്ത് ഒക്കെ നശിച്ചു പോയി. വള്ളിമീൻ തന്നെ നോക്കൂ കേട്ടോ. കുറച്ച് അടിക്കാൻ വൈകിയ അതുകൊണ്ടാണ് ഇതിന് നിറഞ്ഞത്. പക്ഷെ ഇതൊക്കെ ചത്ത് കിടക്കുക ആ മരുന്നടിച്ചതോട് കൂടിയിട്ട്. അപ്പോൾ എല്ലാവരും ആരും കൃഷിയിൽ നിന്ന് പിൻവലിയരുത്. രോഗങ്ങൾ കൃഷിക്ക് ഉണ്ടാവും, മനുഷ്യർക്കുണ്ടാവും. അവരെ ആരും ഉപേക്ഷിക്കാറില്ല എന്നതുപോലെ എല്ലാവരും കൃഷി ചെയ്യുക. എല്ലാ വിദ്യാലയങ്ങളും